പകരം നമുക്ക് സേവ് ആപ്പിൻ്റെ സേവ് പ്രോ നമ്മൾ വാങ്ങിച്ച ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 2, 3, 4 അങ്ങനെ 10 വരെ, മാക്സിമം നമുക്ക് 10 വരെയാണല്ലോ വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ 10 എണ്ണമൊക്കെ വാങ്ങിച്ച ആളുകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 10 എണ്ണം വാങ്ങിച്ചിട്ട് നമ്മളത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ നമുക്കത് സെല്ല് ചെയ്യണം അല്ലേ. നമുക്ക് വേറെ ആൾക്ക് സെല്ല് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും വാങ്ങിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് 10 എണ്ണം വാങ്ങിച്ച ആളുകളാണെങ്കിൽ 10 എണ്ണം നമുക്ക് വേണ്ട ആവശ്യമില്ല, ഒരെണ്ണം നമുക്ക് മതിയല്ലോ അല്ലേ. ബാക്കി നമുക്ക് വേറെ ആളുകൾക്ക് നമുക്ക് വിൽക്കാം, വിലയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു വ്യക്തി ഇപ്പോൾ നമ്മളെ ഈ ഒരു സംവിധാനമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു വർക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ആണെങ്കിലും നമുക്ക് അവരൊരു മണി മാനേജ്മെൻറ്റ് ആപ്പാണല്ലോ, അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത് ഇതിൻ്റെ സാധ്യതയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നു. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മൈ സേവ് കാർഡ് എടുക്കുക. മൈ സേവ് കാർഡ് എടുത്ത ശേഷം ഇതിനകത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് സേവ് ആപ്പ് പ്രോ യൂസേഴ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ 11 പ്രൊഡക്റ്റ് ഇതിനകത്തുണ്ട് അല്ലേ. ടോട്ടൽ പ്രൊഡക്റ്റ് കൗണ്ട് 11. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം പോലും സെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് നമുക്ക് സെയിൽ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേര് കൊടുത്തു. ഇനി നമുക്ക് ഒരു 6 അക്ക സംഖ്യ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2, 4 അപ്പോൾ 6 അക്ക സംഖ്യ ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ മൊബൈൽ നമ്പറാണ്, അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ആണെങ്കിൽ ആ നമ്പർ ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് യൂസർ അടിക്കുക. ക്രിയേറ്റ് യൂസർ അടിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടാവും ഒരെണ്ണം നമ്മൾ സെല്ല് ചെയ്തോടെ അല്ലേ. സെൽ കൗണ്ട് നമ്മൾ സെയിൽ ചെയ്ത കൗണ്ട് നമ്മുടെ ഒരെണ്ണം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അത് ഏതാണ് യൂസർ നെയിം ഇപ്പോൾ നമുക്കിവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ട്. ഈ പച്ച കളറുള്ളത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അയച്ചു കൊടുക്കാനും പറ്റും. അല്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കിവിടെ നോക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിയുടെ ആ യൂസർ നെയിമും പാസ്വേഡും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ യൂസർ നെയിമും പാസ്വേഡും കിട്ടുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. സേവ് ആപ്പ് പ്രോ അടിക്കണം. കണ്ടോ, സേവ് ആപ്പ് പ്രോ എന്നുണ്ടല്ലോ. സേവ് ആപ്പ് പ്രോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ പേരിലാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഓപ്പണായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ്സൊക്കെ നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ കണ്ടോ, പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ 10 എണ്ണം എടുത്ത ആളുകളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വ്യക്തികൾക്ക് കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ചെയ്യുക. ഓക്കെ, താങ്ക് യു.